അങ്ങനെ ശരത്ത് ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടു എന്നൊക്കെ അറിയുമ്പോഴേക്കും ആന്റണിക്കും അതുപോലെ ശ്രുതിക്കും ഒന്നും തന്നെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൻ കുറഞ്ഞത് 1 വർഷമെങ്കിലും ജയിലിനകത്ത് കിടക്കുമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ആന്റണി. എന്നാലും ആ തള്ള ഒരു കാരണവുമില്ലാതെ കേസ് പിൻവലിക്കുമോ എന്നിങ്ങനെ സംശയത്തോടെ എന്നെ ചോദിക്കുകയാണെ. അപ്പോഴേക്കും കൂടെ നിൽക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, അതെന്താ ആന്റണി ചേട്ടാ അങ്ങനെ പറഞ്ഞത്? എന്തായാലും ആ കേസ് സ്ട്രോങ് ആയിട്ട് നിൽക്കും. സജീവ് അവൻ്റെ ഭാര്യ ആ വീട്ടിൽ നിന്ന് പുറത്താകും. അവൻ 1 വർഷമെങ്കിലും അകത്ത് കിടക്കും. അവൻ നമ്മുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നേ. എല്ലാം ചീറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആന്റണി നല്ല ദേഷ്യത്തിലിരിക്കുകയാണ്. ആ നോക്കാം, എന്തായാലും അവനെ ഇതുപോലൊരു കേസിൽ ഞാൻ വീണ്ടും കൊടുക്കും. എന്നിട്ട് അവനൊരു 2 വർഷമെങ്കിലും ഞാൻ ജയിലിൽ കിടത്തും. എന്നിട്ട് അവനെ എൻ്റെ അടുത്തേക്ക് തന്നെ ഞാൻ കൊണ്ടുവരുത്തിക്കും എന്നൊക്കെ തന്നെ പറയുകയാണ് ആന്റണി. ആ സമയത്ത് നവീൻദാസും ഇവരുടെ സംസാരം കേട്ടോണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നവീൻദാസ് ചോദിക്കുന്നുണ്ട്, അപ്പൊ കാര്യങ്ങളൊക്കെ അങ്ങനെ ആയല്ലേ? എന്തായാലും അവൾ തരാന്ന് പറഞ്ഞ കാശ് ഇതുവരെ തന്നിട്ടില്ലല്ലോ. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചെടുക്കാൻ നോക്കണം എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ആന്റണി പറയുന്നുണ്ട്, അതിന് നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? പെട്ടെന്ന് എങ്ങാനും ശ്രുതി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പ്ലാനും പൊളിയും. പിന്നെ അവൾ 10 പൈസ തരികയല്ല. നീ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരുന്നേ? നിനക്ക് അവിടെ അകത്തെങ്ങാനും ഇരുന്നാൽ പോരെന്നൊക്കെ ആന്റണി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. ആ കാത്തിരുന്നോ, അവൾ തന്നിട്ട് ഇപ്പൊ കാശ് കിട്ടിയതാ എന്നൊക്കെ പറഞ്ഞ് ആന്റണി ഒന്ന് കളിയാക്കിയിട്ട് തന്നെ നവീനകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്തായാലും ആന്റണി നല്ല ദേഷ്യത്തിലിരിക്കുകയാണ് കേട്ടോ. ഇനിയും ശ്രുതിയെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കണം എന്നൊക്കെ തന്നെ തീരുമാനിക്കുകയാണ്. എന്നിട്ട് ആ ദേഷ്യത്തോടെ തന്നെ ഫോണെടുത്ത് ശ്രുതിനെ വിളിക്കുന്നുമുണ്ട്. ശ്രുതി ഫോണെടുത്ത ഉടനെ തന്നെ ആന്റണി പറയുന്നുണ്ട്, നീ ഇതെന്താ വിചാരിച്ചേക്കുന്നേ? കാശ് അത്യാവശ്യമായിട്ട് വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? നവീൻദാസ് ഇന്നോ നാളെയൊന്നും പറഞ്ഞിരിക്കുക. അവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കണം. നിന്നോട് ഞാൻ പറഞ്ഞേക്ക, നീ മറന്നു പോയോ? അല്ലെങ്കിൽ ഞാൻ അവനെ കൂട്ടി നിന്റെ വീട്ടിലേക്ക് വരും. മര്യാദയ്ക്ക് പറഞ്ഞ കാശ് എന്നാൽ ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാന്ന് പറയുകയാണ് ആന്റണി. ഇത് കേട്ട് ശ്രുതിയാണെങ്കിൽ ഒരു നിവൃത്തിയില്ലാതെ ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇനി പൈസയ്ക്ക് എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തല പോകുന്ന ഞാൻ ശ്രുതി ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ. എവിടെന്നെങ്കിലും ഈ കാശ് ഒപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ ആന്റണി പറഞ്ഞ പോലെ ചെയ്യുമല്ലോ. നവീൻദാസിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ തലയിലാകുമല്ലോ. ഞാൻ ജയിലിൽ പോകേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ചന്ദ്രമതി ബാമയുടെ വീട്ടിലാണല്ലോ. ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിച്ചുകൊണ്ട് തന്നെ 2 ലക്ഷം രൂപ വക്കീൽ ചന്ദ്രമതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ കാശും കൊണ്ട് എന്തായാലും വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ആ കാശ് കയ്യിലുണ്ടെന്ന് ആരോടും പറയാനും പറ്റത്തില്ല. അപ്പൊ പിന്നെ അതൊരു സേവിങ്സ് ആയിട്ട് ആരും അറിയാതെ സൂക്ഷിക്കണം എന്നൊക്കെ തന്നെ നമ്മുടെ ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ബാമയുടെ വീട്ടിലേക്ക് ഈ സാരികളൊക്കെ വിൽക്കുന്ന ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരികയാട്ടോ. ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് 2-3 വില കൂടിയ സാരിയൊക്കെ മേടിക്കാം എന്ന് ഓർത്തോണ്ട് തന്നെ ബാമയും ചന്ദ്രമതിയും കൂടെ സാരിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നുമുണ്ട്. രേവതി ബാമയ്ക്ക് കൊടുക്കാനുള്ള പൂവായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രമതി അവിടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രേവതി വരുന്നതും. രേവതി പതിവ് പോലെ തന്നെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി വരികയാണ്. രേവതിയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താടി പതിവില്ലാതെ നിന്റെ മുഖത്ത് നിന്ന് ഇത്ര സന്തോഷം? അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്തായാലും അമ്മയ്ക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മ എന്തായാലും ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിച്ചല്ലോ, എനിക്ക് സമാധാനമായി സന്തോഷമായി എന്നൊക്കെ തന്നെ പറയുകയാണ് രേവതി. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും നിന്റെ അമ്മ വന്ന് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞതല്ലേ, പിന്നെ രവിയേട്ടനും എന്നോട് പറഞ്ഞതല്ലേ ഇക്കാര്യം. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് കേസ് പിൻവലിച്ചെന്നേ ഉള്ളൂ. ഞാനായിട്ട് ഇനി അവന്റെ ഭാവി തകർക്കണ്ടെന്ന് വിചാരിച്ചു. അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാൻ കേസ് പിൻവലിച്ചേ എന്നിങ്ങനെ പറയാട്ടോ ചന്ദ്രമതി. ചന്ദ്രയുടെ ഡയലോഗ് കേൾക്കുമ്പോഴേക്കും തന്നെ ബാബ ഇങ്ങനെ ഏറുകണ്ടിട്ട് നോക്കിയാണ് കേട്ടോ ചന്ദ്രയെ. 2 ലക്ഷം രൂപ വക്കീലിന്റെ കയ്യിൽ നിന്ന് കണക്ക് പറഞ്ഞ് മേടിച്ചിട്ട് ഒരു കൂസലും ഇല്ലാതെ അവള് നുണകൾ പറഞ്ഞ് തട്ടി വിടുകയാണല്ലോ എന്ന് ഓർത്തോണ്ടാണ് ആ നോട്ടം നോക്കുന്നതും. ഉടനെ തന്നെ ചന്ദ്രമതി രേവതി കാണാതെ ബാബയോട് മിണ്ടാതിരിക്കാനും പറയുകയാണ്. എന്തായാലും ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വില കൂടിയ സാരി മേടിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നല്ലോ. രേവതിയുടെ മുമ്പിൽ വെച്ച് അത്രയും വില കൂടിയ സാരി ഒന്നും നോക്കാനും പറ്റത്തില്ല. അപ്പോഴാണ് ചന്ദ്രമതി ടെറസിൽ വിരിച്ചിട്ടിരിക്കുന്ന തുണിയുടെ കാര്യം ഓർത്തത്. ഉടനെ തന്നെ രേവതിയോട് പറയുന്നുണ്ട്, രേവതി ഞാൻ കുറച്ച് തുണി ടെറസിൽ കഴുകിയിട്ടിട്ടുണ്ട്, അതൊക്കെ നീ പോയി ഇങ്ങ് എടുത്തോണ്ട് വാ എന്നിങ്ങനെ പറയാം കേട്ടോ ചന്ദ്രമതി. രേവതി ആണെങ്കിലും ഒരു മടിയും കൂടാതെ തന്നെ മുകളിലോട്ട് കയറി പോയി ടെറസിൽ നിന്ന് തുണിയെല്ലാം എടുത്തോണ്ട് വന്ന് കട്ടിലൊക്കെ കൊണ്ട് ഇടുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് 2-3 വില കൂടിയ സാരിയൊക്കെ മേടിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി. രേവതി ഇറങ്ങി വരുന്നതിന് മുമ്പായിട്ട് തന്നെ പൈസ കൊടുക്കുകയും ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ബാമയുടെ അടുത്തായിട്ട് പറയുന്നുണ്ട്, ചന്ദ്രമതി കൊടുത്ത പൈസ ഉണ്ടല്ലോ, അത് ആ റൂമിലെ അലമാരിയിലാണ് ബാമ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അലമാരിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ആ കാശ് അവിടെ കാണുന്നില്ല. ഈ സമയത്ത് പൂ കൊടുത്തിട്ട് രേവതി അങ്ങ് പോവുകയും ചെയ്തിട്ടുണ്ട്. ബാമയും ചന്ദ്രമതിയും ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. ബാമ ആ കബോർഡിലെ തുണി മുഴുവൻ വലിച്ചിട്ട് നോക്കുന്നുണ്ടെങ്കിലും ആ കാശ് അവിടെ ഒന്നും തന്നെ കാണുന്നില്ല. എന്താ ബാമ ഈ പറയുന്നത്? നിന്റെ കയ്യിലല്ലേ ഞാൻ ആ കാശ് വന്നത്, ആ പൈസ വേറെ എവിടെ പോകാനാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, ചന്ദ്രേ ഞാൻ എന്താ നിന്നോട് കള്ളം പറയുന്നത്? നീയും കൂടെ കണ്ടതല്ലേ ഞാൻ ഈ കബോർഡിൽ കാശ് വെക്കുന്നത്. പിന്നെ നമ്മൾ അത് അവിടെ നിന്ന് എടുത്തിട്ടുമില്ല.
പിന്നെ കാശ് ഇത് എവിടെ പോയി എന്നൊക്കെ തന്നെ ഭാമ ഇങ്ങനെ ആശ്ചര്യത്തോടെ നിൽക്കുകയാണ്. ചന്ദ്രമതി ഒന്ന് ആലോചിച്ചതിന് ശേഷം പറയുന്നുണ്ട്, എന്തായാലും ആ പൂ കിട്ടുന്നവൾ തന്നെയാണ് കാശ് എടുത്തത്. വക്കീൽ എനിക്ക് കാശ് എന്ന കാര്യം വേണമെങ്കിൽ അവൾ അറിഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ അവൾ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ചന്ദ്രമതി. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, രേവതി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. അവളല്ലെങ്കിൽ പിന്നെ ആരാ ഭാമേ? അവളല്ലേ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നുള്ളൂ. അവൾ തന്നെയായിരിക്കും ഈ കാശ് എടുത്തോണ്ട് പോയത്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ആ കുടുംബം മൊത്തത്തിൽ പ്ലാൻ ചെയ്തിട്ടാ പണം മോഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുന്നേ. അങ്ങനെ സാരിയൊന്നും തന്നെ മേടിക്കാനും പറ്റിയില്ലല്ലോ. ആകെ ടെൻഷനിലിരിക്കുകയാണ് ചന്ദ്രമതി. എന്തായാലും ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നൊക്കെ കാരണം ചന്ദ്രമതിയുടെ പൈസയാണെന്ന് വീട്ടിൽ ആരോടും പറയാനും പാടില്ല. ഇതെങ്ങനെ അവരോട് ചോദിക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ തല പോകുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതി. ഈ സമയത്ത് തന്നെ നമ്മുടെ സച്ചിയൊക്കെ ചന്ദ്രയെ വിളിച്ചോണ്ട് പോകാനായിട്ട് ഭാമയുടെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അമ്മയില്ലാത്തതുകൊണ്ട് അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നും അതുകൊണ്ട് അച്ഛൻ തറവാട്ടിലേക്ക് താമസം മാറുകയാണെന്നൊക്കെ സച്ചി അങ്ങ് തട്ടി വിടുക കേട്ടോ. എങ്ങനെയെങ്കിലും അമ്മയെ തിരിച്ച് കൂട്ടിക്കൊണ്ട് വരുമെന്നൊക്കെ നമ്മുടെ രവീന്ദ്രനോട് പറഞ്ഞിട്ടാണ് സച്ചി ഇങ്ങോട്ടേക്ക് വന്നതും. താൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് രവിയേട്ടനാണല്ലോ ബുദ്ധിമുട്ടുന്നത്, രവിയേട്ടനാണല്ലോ വിഷമം എന്നോർത്തുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രമതി തിരിച്ച് വീട്ടിലേക്ക് പോകാനും തയ്യാറാവുകയാണ്. ചന്ദ്രമതി ഭാമയോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് ചെല്ലട്ടെ, അവിടെ ചെന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ഞാൻ പറയുന്നതിനൊപ്പം നീ നിന്നാ മതി. അവളാണ് ആ കാശ് എടുത്തെങ്കിൽ അവളെ ഞാൻ കൈയോടെ പിടികൂടും. ഇതിന്റെ പേരും പറഞ്ഞ് എനിക്ക് അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ എന്താണോ പറയുന്നത് അതിന്റെ കൂടെ നീ നിന്നോണം എന്നൊക്കെ പറഞ്ഞ് ഭാമയെ ഒന്ന് സെറ്റാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ചന്ദ്രമതി തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നതും. അങ്ങനെ ചന്ദ്ര തിരിച്ച് വീട്ടിലേക്ക് വന്നുവെങ്കിലും രവിയേട്ടൻ തന്നെ തന്നോട് ആദ്യം മിണ്ടണം എന്നുള്ളൊരു വാശിയിൽ ചന്ദ്ര മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാനായിട്ട് രേവതി എല്ലാവരെയും വിളിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി മാത്രം ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല. രേവതി ചെന്നിട്ട് ചന്ദ്രമതിയെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി വീണ്ടും അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്തും ചന്ദ്രയുടെ മനസ്സിൽ രവിയേട്ടൻ സംസാരിക്കാത്ത ഒന്നും അല്ലായിരുന്നു വിഷമം. ആ കാശ് ഇതെവിടെ പോയി എന്നോർത്തിട്ടുള്ള ടെൻഷനാണ് കേട്ടോ ചന്ദ്രയുടെ മനസ്സിൽ. ആ കാശ് ഇത് എവിടെ പോയി, അത് ഈ രേവതി തന്നെയാണ് എടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളുടെ കാര്യത്തിൽ ഞാൻ ഇന്നൊരു തീരുമാനമാക്കും എന്നൊക്കെ ഓർത്തിങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനം ഇരിക്കപ്പുറത്ത് ഇല്ലാതെ തന്നെ ചന്ദ്രമതി ഭാമേനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഭാമ വിളിക്കുന്ന പോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുകയാണ്. എന്താ ഭാമേ, നീ എന്തായി പറയുന്നത്? നിന്റെ വീട്ടിലെ പൈസ കാണാനില്ലെന്നോ? ആ അതെ ചന്ദ്രേ, എൻ്റെ കാശ് കാണാനില്ല. ഞാനിവിടെ കബോർഡിൽ വെച്ചിരുന്ന കാശ് അതിപ്പോൾ കാണാനില്ല എന്നൊക്കെ തന്നെ ഇവർ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ നമ്മുടെ ഭാമയും അവിടുന്ന് തിരിച്ച് പറയുകയാണ്. എന്നിട്ട് ഇത് എങ്ങനെയെങ്കിലും കറകി തിരിച്ച് രേവതിയുടെ തലയെ കൊണ്ട് വെക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, എന്താ രേവതി എടുത്തുന്നോ? രേവതിനെയാണോ നിനക്ക് സംശയം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പുറ സൈഡിൽ നിന്ന് നമ്മുടെ ഭാമ അങ്ങനെ പറഞ്ഞിട്ട് പോലുമില്ല. എന്തായാലും ചന്ദ്രമതി ഇങ്ങനെ പറയുന്നത് നമ്മുടെ സച്ചിയും രേവതിയൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്ര ഇതെല്ലാം തന്നെ സ്വയം പറഞ്ഞുണ്ടാക്കുന്നതാണ്. എന്നാൽ ഇത് കേൾക്കുന്ന സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും രേവതി അങ്ങ് കരയാൻ തുടങ്ങിയാണ് കേട്ടോ. തന്നെ കള്ളിയാക്കാൻ നോക്കുകയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ സങ്കടം കൊണ്ട് രേവതി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഒരിക്കലും ആ കാശ് എടുത്തിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ തന്നെ നമ്മുടെ രേവതി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ അങ്ങനെ ചെയ്യില്ലെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ രേവതി. എന്തായാലും ഭാമേൻ്റെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, എന്തായാലും ഇവർ തന്നെ അങ്ങനെ പറയുന്നതായിരിക്കും എന്നൊക്കെ തന്നെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്. ഉടനെ തന്നെ ചന്ദ്രമതി സച്ചിയോട് പറയുന്നുണ്ട്, എന്താടാ നീ പറയുന്നത്? ഞാൻ എന്തിനാ അല്ലെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നത്? ഭാമയുടെ പൈസയാണ് കാണാതെ പോയത്. ആ സമയം ഇവള് മാത്രമേ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ. ഭാമ തന്നെയാ പറഞ്ഞത് അവൾക്ക് രേവതിയെ സംശയമുണ്ടെന്ന്. കാരണം ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവള് മാത്രം അവിടെ വന്നിട്ടുള്ളൂ എന്നൊക്കെ തന്നെ പറയുക. ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ സച്ചി ഉടനെ ചെന്ന് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങ് തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ട്. എന്നിട്ട് ഭാമയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഭാമയാൻ്റി ഉണ്ടായത്? ഭാമ പറയുന്നുണ്ട്, അത് പിന്നെ എൻ്റെ പൈസ മോഷണം പോയി, അതെൻ്റെ കബോർഡിലുണ്ടായിരുന്ന കാശാണ് എന്നിങ്ങനെ പറയുക. സച്ചിക്ക് നല്ല ദേഷ്യം വരിക കേട്ടോ. സച്ചി പറയുന്നുണ്ട്, നിങ്ങളുടെ പൈസ കാണാതെ പോയെന്നും പറഞ്ഞ് ഉടനെ രേവതിയാണ് നിങ്ങൾ കള്ളിയാക്കാൻ നോക്കുന്നത്. നിങ്ങളുടെ കാശ് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുക ചെയ്യേണ്ടത്, അല്ലാതെ രേവതിയെ കള്ളിയാക്കുക അല്ല ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ പറയുകയാണ് നമ്മുടെ സച്ചി. എന്നാൽ ഇതിനൊക്കെ മുമ്പ് വക്കീൽ വന്ന് ചന്ദ്രമതിയുമായിട്ട് സംസാരിച്ച് കേസ് ഒത്തുതീർപ്പാക്കി കേസ് പിൻവലിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി നേരെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അമ്മയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയിക്കുകയും കുറേ ട്രിക്കുകളൊക്കെ അവിടെ ഇറക്കി ആ കാശ് കബോർഡിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ ശ്രുതി തന്നെയാണ്. മാത്രമല്ല അതിനുശേഷം പിന്നെ അങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ രേവതി മാത്രമാണ്. മലേഷ്യക്കാരിയായ മരുമോള് ഒരിക്കലും ഇങ്ങനെ കാണിക്കില്ലെന്നൊക്കെയാണല്ലോ ചന്ദ്രമതി മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശ്രുതിയാണ് കബോർഡിലുണ്ടായിരുന്ന കാശ് മോഷ്ടിച്ചുകൊണ്ട് പോയതും. ഭാമ വീണ്ടും കാശ് കാണാതെ പോയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് നല്ല ദേഷ്യം വരികയാണ്. ഭാമയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട്. കാരണം താനൊരിക്കലും രേവതിയാണ് പൈസ കട്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ചന്ദ്ര തന്നെയാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഇതൊക്കെ പറഞ്ഞതും. ചന്ദ്രമതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഞാൻ ആ ഭാമയുടെ വീട്ടിൽ ഇത്ര ദിവസം കഴിഞ്ഞതല്ലേ, അവൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇപ്പം ഈ വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ അവളുടെ പണവും മോഷ്ടിച്ചെന്നല്ലേ അവൾ പറഞ്ഞത്. എന്തായാലും എനിക്കൊരു സമാധാനമില്ല, ആകെ നാണക്കേടായല്ലോ എന്നൊക്കെ ഇങ്ങനെ രവിയോട് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ ഉറഞ്ഞുള്ളി നിൽക്കുകയാണ്.
രവീന്ദ്രനാണെങ്കിലും ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം രവീന്ദ്രൻ അറിയാം രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് രവീന്ദ്രനും. ദേ രവിയേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവളുടെ അനിയൻ എൻ്റെ കയ്യിൽ നിന്ന് 1,00,000 രൂപ കട്ടുകൊണ്ട് പോയപ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത സങ്കടമായിരുന്നല്ലോ. ആ കേസ് ഞാൻ പിൻവലിക്കാത്തതിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ. ഇപ്പോഴല്ലേ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും താൻ ഈ സ്വഭാവം പുറത്തു വരുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താ ബാമ. എന്നിട്ടും അവളുടെ വീട്ടിൽ പോയി കാശ് മോഷ്ടിച്ചെന്നൊക്കെ പറയുമ്പോഴേക്കും അതെന്തൊരു നാണക്കേടാ രവിയേട്ടാ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഇവളുടെ കുടുംബത്തിലുള്ളവരും അടക്കം എല്ലാവരും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളെ ഇതൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രമതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ദേ അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അമ്മയ്ക്ക് രേവതിയോട് ദേഷ്യം ഉണ്ടെങ്കിലും ഇതുപോലത്തെ ഇല്ലാത്ത കള്ളത്തരങ്ങളൊന്നും ഉണ്ടാക്കി പറയാൻ നിൽക്കരുത്. ഈ കാര്യം സത്യമാണോന്ന് പോലും അറിയില്ല. ബാമാൻഡയുടെ വീട്ടിൽ ഈ കാശ് ഉണ്ടായിരുന്നെന്ന് പോലും ഉറപ്പില്ല. രേവതി എന്നെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് നിങ്ങൾ പഠിച്ച പണി 18 പയറ്റ് നോക്കി. അത് നടക്കാതെ വന്നപ്പോൾ ഇനി രേവതിയുടെ മേളിലേക്ക് ഇതുപോലെ ഒരു മോഷണ കുറ്റം കൂടെ ചുമത്തുകയാണല്ലേ. അതിന്റെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടാനായിരിക്കും അമ്മ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഞാൻ ഇത് ഇങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പൊ മോഷണം പോയെന്ന് പറഞ്ഞ പണം ബാമാൻഡയുടെ കയ്യിൽ ഉണ്ടായിരുന്നോ, അതോ ഇനി നുണ പറഞ്ഞ് ഉണ്ടാക്കുന്നതാണോ, ഇതെല്ലാം സച്ചി അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നൊക്കെ പറയുകയാണ്. രേവതിക്ക് നല്ല വിഷമമായിട്ടോ. കാരണം ബാമാൻഡയുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചു എന്നാണല്ലോ ചന്ദ്രമതി പറഞ്ഞു വരുത്തുന്നത്. അത് സഹിക്കാൻ പറ്റാതെ തന്നെ രേവതി കരഞ്ഞോണ്ടിരിക്കുകയാണ്. നീ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്നുള്ളത് എനിക്കറിയാം രേവതി എന്നും പറഞ്ഞ് ഞാൻ സച്ചി രേവതിയെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരെന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് നീ ഇങ്ങനെ ഇരുന്ന് കരയേണ്ട കാര്യമൊന്നുമില്ല. നീ വിഷമിക്കാതിരിക്കും രേവതി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്തായാലും ബാമാൻഡയുടെ കയ്യിൽ അത്രയും കാശ് എങ്ങനെയാ വന്നേ, ആ കാശ് ഇനി അവിടെ ഉണ്ടായിരുന്നോ, ആരാ മോഷ്ടിച്ചോണ്ട് പോയ, ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ തന്നെ സച്ചി രേവതിക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ കളി ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. സച്ചി ഇങ്ങനെ ഉറച്ച തീരുമാനം എടുക്കുന്ന കാണുമ്പോഴേക്കും ശ്രുതിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എന്തായാലും ആന്റിക്ക് കാശ് കിട്ടിയ കാര്യം ആദ്യം ആരെയും അറിയിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത് വലിയ പ്രശ്നമൊന്നും ആകത്തില്ലെന്നാണ് ശ്രുതി വിചാരിച്ചിരുന്നത്. എന്തായാലും ഈ കാശ് എടുത്തതിന്റെ കുറ്റം രേവതിയുടെ തലയിൽ വരുമെന്നോ അത് സച്ചി ഏറ്റുപിടിക്കുമെന്നോ ഒന്നും തന്നെ നമ്മൾ ശ്രുതി വിചാരിച്ചിരുന്നില്ല. ഈ മോഷണത്തിന് പിന്നിൽ ആരാന്നുള്ളത് കണ്ടുപിടിക്കാൻ അവൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഞാനാണ് ആ കാശ് എടുത്തെന്നുള്ളത് അവൻ കണ്ടുപിടിച്ചാൽ അത് ആന്റണിയിലേക്ക് ചെല്ലും എന്നുള്ളതും ശ്രുതിക്ക് അറിയാം. ആന്റണിയും താനും തമ്മിലുള്ള ബന്ധവും ഈ വീഡിയോ ലീക്കൗട്ട് ചെയ്തത് ഞാനാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സച്ചി കണ്ടെത്തും എന്നുള്ള കാര്യം ശ്രുതിക്ക് ഉറപ്പായിരുന്നു. ഇത് ഓർത്തോടെ തന്നെ ശ്രുതി ഭയങ്കര ടെൻഷനിലുമാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇതിനെന്തായാലും ഞാൻ ഇന്നൊരു അവസാനം കണ്ടിരിക്കും. വെറുതെ രേവതിയുടെ തലയിലോട്ട് ഇതൊന്നും കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ തന്നെ സച്ചി പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ദേ ചന്ദ്രേ, ഇത്ര നേരം നീ പറയുന്നെല്ലാം കേട്ടോണ്ട് ഞാൻ ഇവിടെ നിന്നു. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്, രേവതി മോളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നീ പുതിയ അടവായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയല്ലേ. ഇനി നീ ഒരക്ഷരം മിണ്ടി പോകരുത്. ഇനി രേവതി മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ കാരണം അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ തന്നെ നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറയുകയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അയ്യോ അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ രവിയേട്ടാ. ആ കാശ് എൻ്റെ അല്ല, അത് ബാമയുടെ കാശാ. ബാമ തന്നെയല്ലേ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് കാശ് കാണാതെ പോയെന്ന് പറഞ്ഞത്. അവക്ക് രേവതി സംശയം ഉണ്ടെന്ന് അവള് തന്നെയല്ലേ പറഞ്ഞത്. ഞാനല്ലല്ലോ രേവതിയുടെ പേര് പറഞ്ഞത്. ഞാൻ അതിന് രേവതി എടുത്തൊന്നും എല്ലാം പറയുന്നത് നിങ്ങൾ കേട്ടായിരുന്നോ? നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെയല്ലേ ഞാൻ ബാമയോട് സംസാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. ചന്ദ്രമതിയുടെ ഓവർ സെന്റിമെന്റ്സ് കാണുമ്പോൾ തന്നെ നമ്മുടെ സച്ചിയും രേവതിയും അതുപോലെ രവീന്ദ്രനും ഒന്നും തന്നെ വിശ്വസിക്കുന്നില്ല. രേവതി ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ചന്ദ്രമതിയുടെ പുതിയ തന്ത്രമായിട്ടാണ് എല്ലാവരും ഇതിനെ കാണുന്നതും. എന്തായാലും ചന്ദ്രമതിക്ക് അർഹതപ്പെട്ട ആ കാശ് കിട്ടാതെ പോവുകയാണല്ലോ. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിലും രേവതിയുടെ വിഷമം കണ്ടോണ്ട് പിറ്റേ ദിവസം ബാമാൻഡയുടെ വീട്ടിൽ തന്നെ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് നേരിട്ട് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. കാശ് മോഷണം പോയെന്ന് പറഞ്ഞ് രേവതിയുടെ തലയിലേക്കല്ല കുറ്റം ചുമക്കേണ്ടേ. നിങ്ങളുടെ കാശ് കാണാതെ പോയെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വേണം പരാതി കൊടുക്കാൻ. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നതും. ശ്രുതി ഉടനെ പറയുന്നുണ്ട്, അയ്യോ പോലീസ് സ്റ്റേഷനിലൊന്നും കേസ് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ കുടുംബത്തിൽ മൊത്തത്തിൽ ഒരു പോലീസും കേസും അന്വേഷണവും വഴക്കും ഒക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇത് നമുക്ക് പോലീസിന് സഹായമില്ലാതെ തന്നെ കണ്ടുപിടിക്കാന്നല്ലേ ഉള്ളൂ. ഇതിനി പോലീസുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനി പോലീസുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ തന്നെ കണ്ടുപിടിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതി ഉടനെ പറയുന്നുണ്ട്, ശ്രുതി നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇവറ്റുകളെ ഇങ്ങനെയൊന്നും വിട്ടിട്ട് കാര്യമില്ല. ഇവളിതേ ഈ വീട്ടിൽ വന്ന് കയറി അന്ന് മുതൽ തുടങ്ങിയതാ ഈ വീടിന്റെ നാശം. ഇവള് തന്നെ ആയിരിക്കും ആ പണം മോഷ്ടിച്ചിട്ടുണ്ടാവുക, അല്ലാതെ വേറെ ആരെടുക്കാനാ? സ്വന്തം അനിയൻ ജയിലിൽ പോകാതിരിക്കാനായിട്ട് വക്കീലിന് കുറച്ച് കാശൊക്കെ കൊടുക്കേണ്ടി വന്നല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവള് കണ്ടെത്തിയ മാർഗമായിരിക്കും ഇത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയുകയാണ്. അത് കേട്ട പാടെ സച്ചിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ശ്രുതിക്ക് നല്ലോണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സച്ചി പിന്നെ കൂടുതൽ നേരം അവിടെ നിന്ന് തർക്കിക്കാൻ നിന്നില്ല. കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സച്ചി നേരെ ഭാമയാന്റിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഭാമയ്ക്കാണെങ്കിലും സച്ചിയെ കണ്ട പാടെ അങ്ങ് നിയന്ത്രണം വിടുകയാണ് കേട്ടോ. ആകെ പേടിച്ച് വിറച്ച് ടെൻഷനായിട്ട് തന്നെ ഇരിക്കുകയാണ്.
സച്ചിയുടെ ആ ദേഷ്യപ്പെട്ടുള്ള വരവും സംസാരവും ഒക്കെ കാണുമ്പോഴേക്കും ബാമ ആകെ പേടിച്ച് വിറച്ച് തന്നെ നിൽക്കുന്നുണ്ട്. സച്ചി തിരിച്ചും മറിച്ചും ബാമേനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ബാമാൻറ്റി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ബാമാൻറ്റിക്ക് രേവതിയെ നന്നായിട്ട് അറിയാം. രേവതി കള്ളിയാണെന്ന് ബാമാൻറ്റിയും പറയില്ല. രേവതി മോഷ്ടിച്ചു എന്ന് പറയുന്ന ആ കാശ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഇവിടെ സംഭവിച്ചത്? ബാമാൻറ്റി സത്യം പറ എന്നിങ്ങനെ പറയുക. അപ്പൊ ബാമ പറയുന്നുണ്ട്, അത് പിന്നെ സച്ചി, ഞാനെന്തിനാ കള്ളം പറയുന്നത്? ആ കാശ് ഇവിടെ ഉണ്ടായിരുന്ന കാശ് തന്നെയാ. അത് 2 ലക്ഷം രൂപയുണ്ടായിരുന്നു. അത് ഞാനാ കബോർഡിൽ കൊണ്ടുവച്ചത്. പിന്നെ നോക്കുമ്പോൾ കബോർഡിൽ ആ കാശ് കാണാനില്ല എന്നും പറയുന്നുണ്ട്. അത് ഉടനെ എന്തിനാ രേവതിയുടെ തലയിലോട്ട് വെച്ചത്? കാശ് രേവതി എടുക്കുന്ന ബാമാൻറ്റി കണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കാട്ടോ സച്ചി. അല്ല, രേവതി ആ സമയത്ത് പൂ തരാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ രേവതി ഇവിടെ വന്ന സമയത്ത് ചന്ദ്ര അവളോട് ടെറസിൽ പോയി തുണിയൊക്കെ എടുത്തോണ്ട് വന്ന് അകത്തിടാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ അവൾ ആ മുറിക്കകത്ത് കയറുകയും ചെയ്തായിരുന്നു. അതുകൊണ്ട് ആ ചന്ദ്ര അങ്ങനെ ഒരു സംശയം പറഞ്ഞ് രേവതിയാണ് ആ കാശ് എടുത്തതെന്നൊക്കെ ഉള്ളത്. അല്ലാതെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ തന്നെ ബാമ പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ അങ്ങനെയാണല്ലേ അപ്പൊ കാര്യങ്ങള്. ബാമാന്റെ രേവതിയെ കള്ളിയാക്കില്ല എന്നുള്ളത് എനിക്കറിയാം. അമ്മയല്ലേ, അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. അമ്മയല്ലാതെ എന്റെ രേവതിയെ വേറെ ആരും കള്ളിയായിട്ട് കാണില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് സച്ചി. എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, ബാമാൻറ്റിക്ക് എവിടുന്നാ ഇത്രയും കാശ് കിട്ടിയത്? അത് 2 ലക്ഷം രൂപയുണ്ടായിരുന്നല്ലോ. 2 ലക്ഷം രൂപ ഒരുമിച്ച് വീട്ടിൽ വെക്കാൻ ബാമാൻറ്റിയുടെ കയ്യിൽ എവിടുന്നാ കാശ് കിട്ടിയതെന്ന് ചോദിക്കുക. അങ്ങനെ സച്ചിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതർ നിൽക്കുകയാണ് നമ്മുടെ ബാമ. അവസാനം ബാമ പറയുന്നുണ്ട്, അത് പിന്നെ സച്ചി, അത് എന്റെ കാശല്ല. അത് പിന്നെ അത് ചന്ദ്രയുടെ പൈസ തന്നെയാ. അതിവിടെ സൂക്ഷിക്കാനായിട്ട് എൻ്റെ കയ്യിൽ തന്നാന്നും പറയുന്നുണ്ട് ബാമ. അമ്മയുടെ പൈസയോ? അമ്മയ്ക്ക് എവിടുന്ന് അത്രയും കാശ് കിട്ടിയത്? 2 ലക്ഷം രൂപ അമ്മയ്ക്ക് എങ്ങനെ കിട്ടി എന്നിങ്ങനെ നമ്മുടെ സച്ചി ചോദിക്കുമ്പോഴേക്കും, അത് പിന്നെ ശരത്തിനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്ര വക്കീലിന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ മേടിച്ചായിരുന്നു. എന്നിട്ട് ആ കേസ് പിൻവലിച്ചെന്നൊക്കെ തന്നെ ബാമ പറയുകയാണ്. ഇത് കേട്ടപാടെ സച്ചി ആകെ അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ബാമാൻറ്റി എന്താ ഈ പറയുന്നത്? ഈ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ? അപ്പൊ ബാമ പറയുന്നുണ്ട്, വക്കീലിവിടെ വന്നായിരുന്നു ചന്ദ്രമതിയെ കാണാൻ. കേസ് പിൻവലിക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപ ചന്ദ്രയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് അവള് കേസ് പിൻവലിച്ചെന്നൊക്കെ തന്നെ ബാമ പറയുകയാണ്. അങ്ങനെ കിട്ടിയ 2 ലക്ഷം രൂപ ചന്ദ്ര എന്നെ ഏൽപ്പിച്ചത്. ഞാനത് കബോർഡിൽ കൊണ്ട് വെച്ചതാ. ആ കാശാ കാണാതെ പോയത്. ആ കാശ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നേരാന്നൊക്കെ തന്നെ ബാമ പറയുന്നുണ്ട്. അങ്ങനെ സച്ചിക്ക് ഇതും കൂടെ കേൾക്കുമ്പോഴേക്കും ആകെ അങ്ങ് കാലി ഇളകുകയാണ്. ഭ്രാന്ത് പിടിച്ചതുപോലെ തന്നെ സച്ചി നേരെ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ചെന്ന് രവീന്ദ്രനോട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചന്ദ്രമതിയോട് സച്ചി ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ബാമാന്റെ വീട്ടിൽ നിന്ന് കാണാതെ പോയ 2 ലക്ഷം രൂപ അത് എവിടുന്ന് കിട്ടിയതെന്ന് അച്ഛൻ അറിയാവോ എന്നിങ്ങനെ ചോദിക്കുക. ചന്ദ്രമതി പെട്ടെന്ന് അങ്ങ് ഷോക്കാവുകയാണ് കേട്ടോ. കാരണം താൻ പൈസ മേടിച്ചിട്ടാണ് കേസ് പിൻവലിച്ചെന്നുള്ളത് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ചന്ദ്രമതി ഒന്നും മിണ്ടാതെ തലകുനിച്ച് മിണ്ടാതിരിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ശരത്തിന്റെ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ വക്കീലിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാ അമ്മ ഈ കേസ് പിൻവലിച്ചത്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങ് ഷോക്കാവുകയാണ് കേട്ടോ. രവീന്ദ്രനും രേവതിയും വർഷയും സുധിയും അതുപോലെ ശ്രീകാന്തും എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്. എന്നിട്ട് ആ കാശ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ബാമാന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അത് അവിടുന്ന് ആരോ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു എന്നിങ്ങനെ പറയുകയാണ് സച്ചി. ഇത് കേട്ടപാടെ രവീന്ദ്രന് നല്ല ദേഷ്യം വന്നിട്ട് തന്നെ രവീന്ദ്രൻ ബാമയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അത് പിന്നെ രവിയേട്ടാ, അത് ഞാൻ വക്കീലിനോട് ചോദിച്ചു മേടിച്ചൊന്നുമല്ല. വക്കീലാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. 2 ലക്ഷം രൂപ തന്നാൽ കേസ് പിൻവലിക്കാവുന്ന വക്കീല് തന്നെ എന്നോട് വന്ന് ചോദിച്ചെന്നൊക്കെ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്. ചന്ദ്രമതി ഇങ്ങനെ ഉരുണ്ട് കളിച്ച് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും രവീന്ദ്രന് ദേഷ്യം വന്നിട്ട് തന്നെ നിൽക്കുകയാണ്. രവീന്ദ്രൻ നല്ല കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ്. കാരണം രവീന്ദ്രൻ അത്രയും ദേഷ്യത്തോടെ സങ്കടത്തോടെ നിൽക്കുന്നത് ആരും കണ്ടിട്ടില്ല. രവീന്ദ്രന്റെ മുഖം കണ്ടിട്ട് നമ്മുടെ ചന്ദ്ര തന്നെ ഭയന്ന് വരച്ച് നിൽക്കുകയാണ് അവിടെ. രവീന്ദ്രൻ പോലും പോയി ചന്ദ്രയുടെ കാല് പിടിച്ചതാണ് ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോലും ചന്ദ്ര ആ കേസ് പിൻവലിക്കാൻ കൂട്ടാക്കിയില്ല. അതുപോലെ തന്നെ രേവതി മോളുടെ അമ്മയും അനിയത്തിയും എല്ലാവരും നിന്റെ കാല് പിടിച്ച് കെഞ്ചി പറഞ്ഞതല്ലേ ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ. എന്നിട്ട് പോലും നീ കേസ് പിൻവലിച്ചില്ല. വക്കീലിന് ആ കാശ് കൊടുക്കാനായിട്ട് രേവതിയും സച്ചിയും കൂടെ ഒരുപാട് കഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് പൈസ കിട്ടാവുന്നിടത്തു നിന്നെല്ലാം മേടിച്ചാണ് ആ കാശ് വക്കീലിന് കൊടുത്തത്. 5 ലക്ഷം രൂപയ്ക്ക് കുറച്ച് പൈസ തികയാതെ വന്നപ്പോൾ പോലും രവീന്ദ്രന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ കൊടുത്ത് അവരെ സഹായിച്ചതും അവരാ കാശ് കൊണ്ടേ വക്കീലിന് കൊടുത്ത് കേസ് പിൻവലിപ്പിച്ചതും. ആ കാശിൽ നിന്നാണ് 2 ലക്ഷം രൂപ ചന്ദ്രമതി മേടിച്ചെന്നറിയുമ്പോഴേക്കും രവീന്ദ്രൻ അത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് രവീന്ദ്രന്റെ ദേഷ്യം മുഴുവൻ ചന്ദ്രയോട് കാണിക്കുകയാണ്. ചന്ദ്രേ, നീ അങ്ങനെ ഒരു കേസ് കൊടുത്തതിന്റെ പേരിൽ സച്ചിയും രേവതിയും കൂടെ 5 ലക്ഷം രൂപയാണ് വക്കീലിന് കൊടുത്തത്. അതിൽ നിന്നാണ് നീ 2 ലക്ഷം രൂപ മേടിച്ചത്. അത് പിന്നെ രവിയേട്ടാ, ഞാനല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്ര പറയാൻ തുടങ്ങുമ്പോഴേക്കും വേണ്ട, ഇനി നീ ഒരക്ഷരം പോലും മിണ്ടണ്ട. ഇവര് വക്കീലിനെ കൊടുത്ത 5 ലക്ഷം രൂപ 1 രൂപ പോലും കുറയാതെ നീ തന്നെ സച്ചിക്കും രേവതിക്കും തിരിച്ചു കൊടുക്കാൻ ചന്ദ്രമതിയോട് തന്നെ പറയുകയാണ്. ഇത് കേട്ടപാടെ ചന്ദ്രമതി ആകെ ഷോക്കായി നിൽക്കുകയാണ്. രവിയേട്ടാ, നിങ്ങൾ എന്താ ഈ പറയുന്നത്?
രവിയേട്ടാ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നതൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴും രവീന്ദ്രൻ നല്ല കലിപ്പിൽ തന്നെ നിൽക്കുകയാണ്. കൈ കിട്ടിയ 2 ലക്ഷം രൂപ കാണാതെ പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ 5 ലക്ഷം രൂപ ഞാൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് തന്നെ നമ്മുടെ ചന്ദ്ര ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. എന്തായാലും ചന്ദ്രയ്ക്ക് അത് പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി തന്നെയായിരുന്നു. പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, രവീന്ദ്രനാണ്. രവീന്ദ്രൻ അങ്ങനെ ഒന്നും കാര്യങ്ങൾ വിട്ട് പറയുന്നതല്ല. എന്നാൽ രവീന്ദ്രൻ ഇപ്പം പറഞ്ഞ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നൊക്കെ തന്നെ നമ്മുടെ ചന്ദ്രമതിക്കും അറിയാം. എന്തായാലും ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട്, അച്ഛാ എന്തായാലും അവർ പണത്തിന്റെ പുറകെ പോകുള്ളൂ എന്നൊക്കെ ഉള്ളത് നമുക്കറിയാമല്ലോ. അവർ ഇത്രയും കാലം അങ്ങനെയല്ല ജീവിച്ചത്. അതിലൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ. ഇതിന്റെ പേരും പറഞ്ഞ് എന്നെ രേവതി ഇവിടുന്ന് പുറത്താക്കാന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. എന്തായാലും അത് നടന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് ബാമാൻ്റെ വീട്ടിൽ നിന്ന് ആ കാശ് ആരെടുത്തോണ്ട് പോയി എന്നുള്ളതാ. അത് ആരാണ് എടുത്തോണ്ട് പോയെങ്കിലും ഞാൻ അത് കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ തന്നെ പറയുകയാണ്. എന്തായാലും എൻ്റെ രേവതിയുടെ തലയിൽ കൊണ്ടുവയ്ക്കാൻ നോക്കിയതല്ലേ. രേവതി ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്നുള്ളത് എനിക്ക് തെളിയിക്കണമെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയോട് രവീന്ദ്രൻ പറയുന്നുണ്ട്, അതേ മോനെ, അതെന്തായാലും നീ കണ്ടുപിടിക്കണം. രേവതി മോളെ കള്ളിയാക്കിക്കൊണ്ട് ഇവിടെ ആരും അങ്ങനെ സൂചിച്ച് ജീവിക്കണ്ടെന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയെ ഒന്ന് നോക്കി ദഹിപ്പിച്ചിട്ട് തന്നെ രവീന്ദ്രൻ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രൻ അവിടുന്ന് പോയതിനു ശേഷം വർഷ പറയുന്നുണ്ട്, അല്ല ശ്രീകാന്ത്, ഈ വീട്ടിൽ ഇത് എന്തൊക്കെയാണ് നടക്കുന്നത്? സിനിമയെ പോലും വെല്ലുന്ന സ്ക്രിപ്റ്റുകളും അഭിനയങ്ങളും അരങ്ങുകളും ഒക്കെ ആണല്ലോ ഇവിടെ നടക്കുന്നത്. എന്തായാലും നല്ലൊരു സിനിമയ്ക്കുള്ള കഥയുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ തന്നെ പറയുകയാണ് നമ്മുടെ വർഷ. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, ദേ വർഷേ, ഇനി ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞാൽ നീ എന്നോട് ഇനി വഴക്കിന് വന്ന് നിൽക്കണ്ട. എല്ലാ കുടുംബത്തിലും ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകും. എന്നാലും അമ്മ ഇപ്പം ചെയ്തതിനൊന്നും ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല എന്ന് തന്നെ ശ്രീകാന്ത് പറയുകയാണ്. അപ്പൊ വർഷ പറയുന്നുണ്ട്, അത് തന്നെ ശ്രീകാന്തെ ഞാനും പറഞ്ഞത്. അവരൊരു മനുഷ്യ സ്ത്രീയാണോ? സ്വന്തം മോനോടും മരുമോളോടും ഇത്രയും ക്രൂരത ചെയ്യാൻ അവർക്ക് എങ്ങനെ തോന്നുന്നു? സച്ചേട്ടൻ അവര് പ്രസവിച്ച മോൻ തന്നെയല്ലേ? എന്നിട്ട് സച്ചേട്ടനോടും രേവതി ചേച്ചിയോടും മാത്രം എന്തിനാ ഇവർ ഇത്രയും ശത്രുത കാണിക്കുന്നതൊക്കെ തന്നെ വർഷ ചോദിക്കുകയാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. എന്താണെന്നറിയില്ല, സച്ചേട്ടനെ പണ്ട് തൊട്ടേ അമ്മയ്ക്ക് ഇഷ്ടമല്ല. സച്ചേട്ടനോട് എന്തോ മുൻവൈരാഗ്യം ഉള്ള പോലെയാണ് അമ്മ എപ്പോഴും പെരുമാറിയിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് ഓർമ്മ വെച്ചപ്പോൾ മുതലേ അങ്ങനെ തന്നെയാണ്. ഞങ്ങളോട് രണ്ടുപേരോടും അമ്മയ്ക്ക് സ്നേഹമുണ്ട്. പക്ഷെ സച്ചേട്ടനെ അമ്മയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാന്നൊക്കെ തന്നെ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നും അറിയില്ല എന്ന് പറയുകയാണ് ശ്രീകാന്ത്. വർഷ പറയുന്നുണ്ട്, എന്തായാലും അമ്മ ഈ ചെയ്തത് ഒട്ടും തന്നെ ശരിയായില്ല. സച്ചിയേട്ടനും രേവതി ചേച്ചിയും ഈ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തോരം ബുദ്ധിമുട്ടിയതാ. എത്ര കഷ്ടപ്പെട്ടിട്ടാ അവർ ഈ കാശുണ്ടാക്കി വക്കീലിന് കൊടുത്തത്. അതിൽ നിന്ന് 2 ലക്ഷം രൂപ അമ്മ മേടിച്ചിട്ടല്ലേ രേവതി ചേച്ചിയുടെ അനിയന്റെ പേരിൽ കൊടുത്ത കേസ് പിൻവലിച്ചത്. എന്തായാലും അത് ഒട്ടും തന്നെ ശരിയായില്ല. പണത്തിന് വേണ്ടിയിട്ട് ഒരമ്മമാരെ സ്വന്തം മക്കളോട് ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ തന്നെ വർഷ പറയുകയാണ്. അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാനും കഴിയില്ല ശ്രീകാന്ത് എന്ന് പറയുക. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിലും റൂമിൽ ചെന്ന് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല. എന്നാലും നമ്മുടെ വീട്ടിൽ നിന്ന് കാശൊക്കെ മോഷണം പോകാന്നൊക്കെ പറയുമ്പോഴേക്കും അതെനിക്ക് അങ്ങോട്ടേക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തന്നെ പറയുക കേട്ടോ ശ്രുതി. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അവൾ തന്നെ ആയിരിക്കും അതിൻ്റെ പിന്നിൽ, ആ രേവതി. അവൾ തന്നെയായിരിക്കും അമ്മയുടെ പൈസ കട്ടുകൊണ്ട് പോയിട്ടുണ്ടാവുക. പിന്നെ അമ്മ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതിന് ഇത്ര വലിയ തെറ്റാക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. അമ്മയുടെ 1 ലക്ഷം രൂപ അവനല്ലേ അന്ന് കട്ടുകൊണ്ട് പോയത്. അതിനെതിരെ അമ്മ കേസ് കൊടുത്തപ്പം കേസ് പിൻവലിക്കാനായിട്ട് വക്കീൽ 2 ലക്ഷം രൂപ അമ്മയ്ക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുത്തു. അങ്ങനെ അതിനെ കണ്ടാൽ പോരെ എന്നൊക്കെ തന്നെ ശ്രുതി ചോദിക്കുകയാണ്. എന്തായാലും അവൻ കാണിച്ചതും അത്ര നല്ല പരിപാടിയൊന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ അവനെതിരെ കേസ് കൊടുത്താൽ എന്തോ തെറ്റുള്ളത്? എന്നിട്ടും അച്ഛൻ നമ്മുടെ അമ്മേനെ കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അമ്മ കേസ് പിൻവലിക്കാത്തതിലായിരുന്നു അച്ഛന് ഭയങ്കര വിഷമം. ഇപ്പൊ കേസ് പിൻവലിച്ചപ്പം അടുത്ത പ്രശ്നവുമായി. ഇപ്പൊ നഷ്ടപരിഹാരമായിട്ട് കാശ് കൊടുത്തിട്ടാണെങ്കിലും കേസ് പിൻവലിച്ചില്ലേ, അതിൽ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. എന്നിട്ടും അച്ഛൻ അമ്മയോട് വെറുതെ കിടന്ന് ദേഷ്യപ്പെടുവാന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. എന്നാൽ ശ്രുതിയാണെങ്കിലും ശ്രുതി ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ശ്രുതിയുടെ മനസ്സിൽ വേറെ പല കാര്യങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അഥവാ പിടിക്കപ്പെട്ട എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ശ്രുതി മനസ്സിൽ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് സച്ചിയും രേവതി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. സച്ചിയോട് രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഒന്നുമില്ല രേവതി, നീ വിഷമിക്കേണ്ട. നിന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കുന്നൊക്കെ തന്നെ പറയുകയാണ് സച്ചി. രേവതി വല്ലാത്ത വിഷമത്തോടു കൂടി തന്നെ സച്ചിയോട് പറയുന്നുണ്ട്, സാരമില്ല സച്ചിയേട്ടാ, എന്തായാലും ശരത്തിന് അങ്ങനെ ഒരു പേര് വീണുപോയി. ഇപ്പൊ അമ്മ അത് കാണിച്ചുകൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നോക്കുന്നത്. സച്ചിയേട്ടൻ അതൊക്കെ വിട്ടുകളാ. ഇനി അതിന്റെ പേര് പറഞ്ഞ് സച്ചിയേട്ടൻ വിഷമിക്കാൻ നിൽക്കണ്ട. എന്തായാലും അമ്മയുടെ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇനിയിപ്പോൾ ആ കാശ് ആരാ കൊണ്ടുപോയെന്നൊന്നും നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലോ. എത്ര ദിവസമായി ഇതും പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. സച്ചി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല രേവതി, എന്തായാലും നിന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണമല്ലോ.
നിന്റെ തലയിൽ ഇങ്ങനെ ഒരു മോഷണക്കുറ്റം ചുമത്തുമ്പം അതങ്ങനെ വെറുതെ വിടാൻ പറ്റുമെന്നൊക്കെ തന്നെ സച്ചി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സച്ചിയും രേവതിയും കൂടെ ഇരുന്ന് ആലോചിച്ചിട്ട് ഭാമാൻ്റെ വീടിനടുത്തുള്ള കടയിലും അതുപോലെ അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ CCTV ക്യാമറ ഉണ്ടെന്നൊക്കെ ഉള്ളത് അന്വേഷിക്കുകയാണ്. അങ്ങനെ ആ CCTV ഫോട്ടോസ് എല്ലാം എടുത്ത് സച്ചിയൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സച്ചിയും സച്ചിയുടെ ഫ്രണ്ടും കൂടെ ചേർന്നിട്ട് ഈ CCTV ഫുട്ടേജ് എല്ലാം തന്നെ കയറി നോക്കുകയും ചെയ്യുന്നുണ്ട്. അന്നത്തെ ദിവസം രേവതി അവിടെ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ രാവിലെ വക്കീൽ അവിടെ ചെന്നതായിട്ടും അതിനുശേഷം ശ്രുതി അവിടെ വന്നതായിട്ടുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ CCTVയിൽ നിന്ന് സച്ചി മനസ്സിലാക്കുകയാണ്. ശ്രുതി ഭാമാൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ധൃതി വെച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതും ഇടയ്ക്കിടയ്ക്ക് ബാഗിലേക്ക് നോക്കുന്നതും എല്ലാം തന്നെ ആ CCTVയിൽ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ശ്രുതി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നതും അധികം വൈകാതെ തന്നെ ശ്രുതി അവിടുന്ന് ധൃതി പിടിച്ച് ഇറങ്ങുന്നതും ബാഗിലേക്ക് നോക്കുന്നതും പുറകോട്ട് നോക്കി നോക്കി പോകുന്ന ദൃശ്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ സച്ചി രേവതിയും കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നോക്ക് രേവതി, നീ അങ്ങോട്ടേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ പാർലറേട്ടത്തി അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. മിക്കവാറും ബഹാമേട്ടത്തിന്റെ വീട്ടിൽ നിന്ന് ആ കാശ് കൊണ്ടുപോയിട്ടുള്ളത് ഇവള് തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ്. രേവതി പറയുന്നുണ്ട്, അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ സച്ചിയേട്ടാ. ശ്രുതി ചിലപ്പോൾ അമ്മയെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നതാണെങ്കിലോ, അവള് തന്നെ എടുത്തെന്ന് നമുക്ക് അങ്ങനെ തെളിയിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ രേവതി. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്നാൽ നീ ഇതൊന്ന് നോക്കിക്കേ, ഇതിൽ പാർലറേട്ടത്തിയുടെ മുഖത്ത് ഭയങ്കര ടെൻഷനുള്ളതായിട്ട് കാണാം. എന്നാൽ ബാമാൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് പാർലറേട്ടത്തിയുടെ മുഖത്ത് ഈ ടെൻഷനൊന്നും ഇല്ലല്ലോ. എന്തോ എടുത്തോണ്ട് ധൃതി വെച്ച് ഇറങ്ങുന്ന പോലെ തന്നെ തോന്നുന്നില്ലേ? മിക്കവാറും ഈ കാശ് അവർ തന്നെ ആയിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവും എന്നൊക്കെ തന്നെ സച്ചി തറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, ആ അതെ അതെ സച്ചിയേട്ടാ. അപ്പൊ സച്ചിയേട്ടൻ പറയുന്നത് തന്നെയായിരിക്കും ശരി. ശ്രുതി തന്നെ ആയിരിക്കുമല്ലേ അപ്പൊ ആ കാശ് മോഷ്ടിച്ചോണ്ട് പോയെ എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതി. ഞാൻ പറഞ്ഞില്ലേ രേവതി, എന്തായാലും ഇത് ഞാൻ പാർലറേട്ടത്തിയെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കും എന്നൊക്കെ സച്ചി പറയുകയാണ്. അങ്ങനെ സച്ചി ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ സേഫായിട്ട് ഒരു ഫോൾഡറിലേക്ക് മാറ്റുകയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അമ്മ ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളതൊക്കെ നമ്മുടെ സച്ചിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സച്ചി ഒന്ന് പാർലറേട്ടത്തെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പാർലറേട്ടത്തിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നുള്ളത് തെളിവ് സഹിതം പറയാനും അതുപോലെ തന്നെ ഈ കാശ് എന്തിനാണ് മോഷ്ടിച്ചുകൊണ്ട് പോയത്, ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തീരുമാനിക്കുകയാണ് സച്ചി. അങ്ങനെ പാർലറേട്ടത്തി പോകുന്ന വഴിയെല്ലാം തന്നെ സച്ചി പോവുകയും ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് പാർലറേട്ടത്തി കാണുന്നത്, അതുപോലെ പാർലറേട്ടത്തിയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ മനസ്സിലെ ഉദ്ദേശം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സച്ചി കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രുതി അറിയാതെ തന്നെ ശ്രുതിക്ക് എന്തൊക്കെയോ ചുറ്റിക്കളികൾ ഉണ്ടെന്നുള്ളതും എന്തൊക്കെയോ കാര്യങ്ങൾ എല്ലാവരിൽ നിന്നും മറച്ചു വയ്ക്കുന്നുണ്ടെന്നൊക്കെയുള്ളത് നമ്മുടെ സച്ചി കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ശ്രുതി അറിയാതെ തന്നെ ശ്രുതിയുടെ പിന്നാലെ തന്നെ സച്ചിയും ഉണ്ടായിരുന്നു. ശ്രുതി ആന്റണിയെ കാണാൻ പോയ വിവരങ്ങളും എല്ലാം തന്നെ അറിഞ്ഞ് സച്ചി ആകെ ഷോക്കായി നിൽക്കുകട്ടോ. പാർലറേട്ടത്തെയും ആന്റണിയും തമ്മിൽ എന്ത് കണക്ഷനാ ഉള്ളേ? ഇതിനിടയിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അല്ല, ആന്റണി ഇവക്ക് എങ്ങനെ പരിചയം? ഇവൾ എന്തൊക്കെയോ കാര്യമായിട്ട് മറക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ സച്ചി സംശയിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചി തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഇവന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പാർലറേട്ടത്തി ബാമാൻ്റെ വീട്ടിൽ നിന്ന് ആ കാശ് മോഷ്ടിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് നൈസായിട്ട് അത് രേവതിയുടെ തലയിൽ വെച്ചതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്തായാലും ആന്റണിയുമായിട്ട് പാർലറേട്ടത്തിക്ക് അങ്ങനെ വേറെ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു സമയത്ത് തന്നെ ശ്രുതിയുടെ ഫ്രണ്ടായ മീര അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ആന്റണി ഇരിക്കുന്ന റൂമിലേക്ക് കയറി പോകുന്നതായിട്ട് കാണുകയാണ് സച്ചി. അധികം താമസമൊന്നുമില്ലാതെ തന്നെ രണ്ടുപേരും തിരിച്ചിറങ്ങി പോവുകയും ചെയ്തു. പാർലറേട്ടത്തെയും ആന്റണിയും തമ്മിൽ എന്ത് രഹസ്യം അവിടെ നടന്നെന്ന് അറിയാനായിട്ട് തന്നെ ഇവരിറങ്ങിപ്പോയ പിന്നാലെ തന്നെ സച്ചി അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ സച്ചി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന കാണുമ്പോഴേക്കും ആന്റണി ആകെ ഷോക്കായി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ തന്നെ, ആഹാ സച്ചിയോ, എന്താ സച്ചി ഇവിടെ? നിന്റെ അളിയനെ പോലീസുകാർ വെറുതെ വിട്ടല്ലേ? അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അപ്പൊ നീ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ടല്ലേ? അതും എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇത്ര കൃത്യതയോടെ നീ എങ്ങനെ അറിയുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആന്റണി വന്ന് നൈസായിട്ട് തന്നെ ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, എന്താടാ പാർലറേട്ടത്തി എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നത്? പാർലറേട്ടത്തിയും നീയും തമ്മിൽ എന്ത് ബന്ധമാടാ ഉള്ളതെന്നൊക്കെ തന്നെ ചോദിക്കുകയാണ് കേട്ടോ സച്ചി. അത് പിന്നെ അതെന്തിനാടാ നീ എന്നോട് ചോദിക്കുന്നത്? നിന്റെ ചേട്ടന്റെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ അവളോട് തന്നെ പോയി കാര്യം ചോദിക്കുന്നു പറയുകയാണ് ആന്റണി. നീ ചെന്ന് നിന്റെ ഏട്ടത്തിയോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നൊക്കെ തന്നെ പറയുകയാണ് ആന്റണി. സച്ചി ആന്റണിയെ പിടിച്ച് തള്ളിയിട്ട് അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് അവിടെ നവീൻദാസ് ഇരിക്കുന്നതായിട്ട് സച്ചി കാണുന്നത്. നവീൻദാസിന്റെ കണ്ണ് വേണേ സച്ചി ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് കേട്ടോ, ഇവനെ എനിക്ക് അറിയാമല്ലോ, ഇവനല്ലേ അന്ന് സ്വാമിവേഷം കെട്ടി സുതി പോയെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചൊക്കെ. സത്യം പറയടാ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒത്തു കളിക്കുന്നതല്ലേ? എന്താ നിങ്ങളുടെ മനസ്സിലെ പ്ലാൻ? എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ രണ്ടുപേരും പാർലറേട്ടനും തമ്മിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. ഇനി അത് അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് സച്ചി അവരെ രണ്ടുപേരും പൊതിരെ തല്ലുകയാണ്. എന്നിട്ട് ഞാൻ പാർലറേട്ടത്തോട് ചോദിച്ചോളാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരെ എടുത്ത് ചമ്മന്തി പരുവാക്കിയാണ് കേട്ടോ നമ്മുടെ സച്ചി. അവസാനം അടി കൊണ്ട് ഒരു പരുവായി കഴിയുമ്പോഴേക്കും ആന്റണി പറയുന്നുണ്ട്, സച്ചി ഇനി നീ ഞങ്ങളെ ഇങ്ങനെ തല്ലരുത്. ഈ നവീൻദാസുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. നിന്റെ ചേട്ടത്തിയാ ഇവനെതിരെ ഒരു കൊട്ടേഷൻ തന്നത്. ഇവനെ അടിച്ചൊതുക്കണം, ഇവന്റെ കയ്യും കാലും ഒടിക്കണം എന്നൊക്കെ
ഇവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിന്റെ ഏട്ടത്തി തന്നെ ഇങ്ങനെ ഒരു കൊട്ടേഷൻ തന്നെന്നൊക്കെ പറയുക കേട്ടോ. എന്നിട്ട് പറഞ്ഞ തുക തരാൻ നിന്റെ ഏട്ടത്തിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞാൻ ഇവനെ വെച്ചിട്ട് തന്നെ ഒരു കളി അങ്ങോട്ട് കളിക്കുകയും ചെയ്തു എന്ന് പറയുക. പണമാണല്ലോ എല്ലാവർക്കും ആവശ്യം, പണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇതുപോലുള്ള കൊട്ടേഷനൊക്കെ ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് ഞങ്ങൾക്കും അതൊരു തരമായി. അതുകൊണ്ട് നിന്റെ അടുത്തോട് ഇച്ചിരി കാശ് വേണമെന്ന് പറഞ്ഞാൽ അവരെവിടെന്നെങ്കിലും ഉടനെ തന്നെ കുറച്ച് കാശ് ഒപ്പിച്ചുകൊണ്ട് തരും. ഇവനെ ഞാൻ തല്ലിച്ചതച്ച് ഇവിടെ ഇട്ടിരിക്കുകയാണെന്നും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയില്ലെങ്കിൽ ഇവൻ തട്ടിപ്പോകുമെന്നും പിന്നെ അത് ശ്രുതിയുടെ തലയിൽ തന്നെ കേസായി വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് 2 ലക്ഷം രൂപ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ കാശ് തരാൻ വേണ്ടിയിട്ട് വന്നതെന്നൊക്കെ നമ്മുടെ ആന്റണി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആവുകയാണ്. പലയിടത്ത് തന്നെയാണ് ബാബാൻ്റെ വീട്ടിൽ നിന്ന് ആ കാശ് മോഷ്ടിച്ചത്, അത് ആന്റണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയാണ് സച്ചിക്ക്. പിന്നെ നിന്റെ ചേട്ടന്റെ ഭാര്യ എന്നും പറഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് വന്നിട്ടില്ലേ, അവളുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രം നല്ലതൊന്നും അല്ല, അവൾക്കും എന്തോ ചുറ്റിക്കളിയൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഈ നവീൻദാസിന് അറിയാം. അതുകൊണ്ടാണ് നവീൻദാസിനെ ഒഴിവാക്കാനായിട്ട് അവൾ ഇതുപോലെ ഒരു കൊട്ടേഷൻ തന്നെ തന്നത്. ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുമ്പോഴേക്കും തന്നെ സച്ചി ആകെ ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും സച്ചിയുടെ മനസ്സിൽ ഒരു സംശയം തോന്നുകയാണല്ലോ. കാരണം സച്ചിയുടെ ഫോൺ മോഷണം പോയായിരുന്നല്ലോ. അപ്പോൾ അതും ഇതും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നറിയാനായിട്ട് തന്നെ സച്ചി ഒന്ന് എറിഞ്ഞു നോക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ആന്റണി പറയുന്നുണ്ട്, അതെന്ത് ചോദ്യമാ സച്ചി, നിന്റെ ഫോൺ മോഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലിരിക്കുന്നവർക്കല്ലേ പറ്റുള്ളൂ, നിന്റെ വീട്ടിലുള്ളവർക്കല്ലേ നിന്റെ ഫോൺ മോഷ്ടിക്കാനാകുള്ളൂ. അതും അവള് തന്നെയാ, ഈ ശ്രുതി, ആ ശ്രുതി തന്നെയാ നിന്റെ ഫോൺ മോഷ്ടിച്ചതെന്ന് പറയുകയാണ് ആന്റണി. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് ആകെ അങ്ങ് കലിയിളകുകയാണ്. കാരണം ശ്രുതി ഒരു തല്ലിപ്പൊളിയാണെന്നൊക്കെ അറിയാമെങ്കിലും ഇത്രയും വലിയ ചതിയൊക്കെ ശ്രുതി ചെയ്യുമെന്നുള്ളത് നമ്മുടെ സച്ചി ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്വന്തം കുടുംബത്തിൽ നിന്നോട് തന്നെ ബാക്കിയുള്ളവരെ ചതിച്ചും വെട്ടിച്ചൊക്കെ ആണല്ലോ ഇവള് ജീവിക്കുന്നതെന്നൊക്കെ ഓർത്തിട്ട് ശ്രുതിയോട് തന്നെ അറപ്പ് തോന്നുകയാണ് സച്ചിക്ക്. അങ്ങനെ ശ്രുതിയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം വീട്ടിലേക്ക് തന്നെ വരികയാണ്. എന്തായാലും ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ആന്റണി പറഞ്ഞ കാര്യങ്ങളും നവീൻദാസ് പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ സച്ചി വീഡിയോയിൽ റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശ്രുതിയുടെ കള്ളക്കളി വെളിച്ചത്ത് വരാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ സച്ചി എല്ലാവരെയും വിളിച്ചു നിർത്തിക്കൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവരെയും കാണിക്കുകയാണ്. മലേഷ്യക്കാരി മരുമോളുടെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കുന്ന ചന്ദ്രമതി ശ്രുതിയുടെ കാരണം നോക്കി തന്നെ ഒരെണ്ണം കൊടുക്കുകയാണ്. എന്നിട്ട് പോലീസിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുകയാണ്. ഇവളെ ഇപ്പം തന്നെ പോലീസിൽ ഏൽപ്പിക്കണം, എൻ്റെ കുടുംബം തന്നെ കൊട്ടിച്ചോറാക്കാനായിട്ടാണ് ഇവൾ ഇങ്ങോട്ടേക്ക് വന്നത്, ഇതുപോലെ ഒരു ഇനി ഈ വീട്ടിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളെ ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്യിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒറ്റക്കാലം നിൽക്കുകയാണ് ചന്ദ്രമതി. എന്തായാലും രേവതിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നൊക്കെയുള്ളത് നമ്മൾ സച്ചി തെളിയിക്കുന്നതുകൊണ്ട് രേവതിക്കും അതൊരു വലിയൊരു സമാധാനം ആവുകയാണ്. എന്തായാലും ശ്രുതിയുടെ കള്ളക്കളികളെല്ലാം തന്നെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സച്ചി. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്